ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന ആക്രമണത്തിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പുറത്തേക്ക് വിടുന്നതെന്ന് പറയാം. നമ്മുടെ എയർഫോഴ്സ് കമാൻഡറായ എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ നമ്മൾ പാകിസ്ഥാൻ്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും വെടിവെച്ചിട്ടുള്ള തകർത്ത് കളഞ്ഞു എന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട്? കാരണം കോൺഗ്രസ് പറയുന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു, പിന്നെ എന്തിനാണ് പെട്ടെന്ന് യുദ്ധം നിർത്തിയത്? വലിയ ആരോപണങ്ങളാണ്. അപ്പം തന്ത്രപരമായ പല കാര്യങ്ങളും നമ്മുടെ സൈന്യം വളരെ പെട്ടെന്നൊന്നും പുറത്തുവിടില്ല. അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനി അവരുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എ.പി. സിംഗ് പറയുന്ന കാര്യങ്ങളുമായിട്ട് ഏതാണ്ട് ഒത്തുവരുന്നു. അതായത് മാർട്ടിൻ ബേക്കേഴ്സ് എന്ന് പറയുന്നത് ഈ വിമാനങ്ങളുടെ ഇജക്ഷൻ സീറ്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ വൻകിട കമ്പനിയാണ്. ബ്രിട്ടനിലെ ഈ കമ്പനിയാണ് ലോകത്തിലെ ഒട്ടുമിക്ക പോരാളി വിമാനങ്ങൾക്കും ഇത്തരത്തിൽ ഇജക്ഷൻ സീറ്റ് നൽകുന്നത്. സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അല്ലെ അത് തകർന്നു പോകുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഈ വിമാനത്തിൻ്റെ സീറ്റോടുകൂടി എജക്റ്റ് ചെയ്ത് പൈലറ്റിന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ പറ്റും. പിന്നീട് പാരച്യൂട്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ജീവൻ താഴേക്ക് വന്ന് ജീവൻ നിലനിർത്താൻ സാധിക്കും. ഇത്തരത്തിൽ രക്ഷപ്പെടുന്ന ആളുകളുടെയൊക്കെ എണ്ണം ഈ പറയുന്ന മാർട്ടിൻ ബേക്കേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഏതെങ്കിലും ഒരു യുദ്ധവിമാനം തകരുകയോ അല്ലെങ്കിൽ പൈലറ്റ് കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇതുണ്ടാവില്ല. പകരം അവരുടെ ഈ ഇജക്ഷൻ സീറ്റിലൂടെ ജീവൻ രക്ഷപ്പെട്ടവരുടെ എണ്ണമാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് രാജ്യങ്ങളുമായിട്ട് ചില ഉടമ്പടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഏത് വിമാനത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടതെന്നോ ഏത് വിമാനമാണ് തകർന്നതെന്നോ അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് മറച്ചു വെക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞ ഏപ്രിൽ 16-ന് ഈ പറയുന്ന മാർട്ടിൻ ബേക്കേഴ്സ് എന്ന് പറയുന്ന കമ്പനി അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഞങ്ങൾ ഇതുവരെ 7784 ജീവനുകൾ രക്ഷപ്പെടുത്തിയെന്നുള്ളതാണ്. ഇതിന് ശേഷം പറയുന്നത് ഈ പൈലറ്റുകൾ ഇജക്ഷൻ ചെയ്ത് രക്ഷപ്പെടുന്നതിൻ്റെ ഈ എണ്ണം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മെയ് 7-ന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നു. ഈ സംഘർഷത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ 5 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന കണക്ക് നമ്മൾ നോക്കണം. അതായത് ഏപ്രിൽ 16-ന് വെഹാരിയിലെ റാട്ട ടീച്ചയ്ക്ക് സമീപം പാകിസ്ഥാൻ വ്യോമസേനയുടെ മിറാഷ് വീറോസ് എന്ന് പറയുന്ന യുദ്ധവിമാനം തകർന്നു വീണു. മാർട്ടിൻ ബേക്കറിൻ്റെ PR-M4 എന്ന് പറയുന്ന സീറ്റ് ഉപയോഗിച്ച് അതിനകത്ത് നിന്ന് 2 പൈലറ്റുമാർ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 2 പൈലറ്റുമാർ ഇരിക്കാവുന്ന യുദ്ധവിമാനമായിരുന്നു അതെന്ന അർത്ഥം. അതുവരെ 7784 ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് മാർട്ടിൻ ബേക്കർ അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. മെയ് 7-ാം തീയതി മാർട്ടിൻ ബേക്കർ മറ്റൊരു പോസ്റ്റ് കൂടി അപ്ഡേറ്റ് ചെയ്തു. അതായത് ഹാരി എസ് ട്രൂമാനിൽ രാത്രിയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ VFX-11 നിന്നുള്ള ഒരു USN FA-18F സൂപ്പർ സോണിക് ഹാർനെറ്റ് ചെങ്കടലിലേക്ക് പതിക്കുന്നു. അതിൽ നിന്നും പൈലറ്റ് US-14A എന്ന് പറയുന്ന ഈ സീറ്റ് എജക്റ്റ് ചെയ്തിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് ഒരു പൈലറ്റ്, നേരത്തെ പാകിസ്ഥാൻ വിമാനത്തിൽ നിന്ന് 2 പൈലറ്റ്, ഈ രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നീട് വന്നത് ചെങ്കടലിൽ തകർന്നു വീണ വിമാനത്തിൽ 2 പൈലറ്റ് ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 7788 ജീവനുകൾ ഞങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പുതുക്കിയ ഒരു ലിസ്റ്റ് പുറത്തിറക്കുന്നു. മെയ് 7-ാം തീയതി മറ്റൊരു അപകട വിവരം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ലാപ്ലൻഡിലെ നൊവാനിയയ്ക്ക് സമീപമുള്ള ഒരു പരിശീലന പറക്കിനിടെ ഒരു ഫിന്നിഷ് പ്രതിരോധ സേനയുടെ യുദ്ധവിമാനമാണ് തകർന്നു വീണത്. FA-18C ഹാർനെറ്റ് എന്നാണ് ആ യുദ്ധവിമാനത്തിൻ്റെ പേര്. മാർട്ടിൻ ബേക്കർ SF-14A സീറ്റ് ഉപയോഗിച്ച് അതിനകത്ത് പൈലറ്റും വിജയകരമായി എജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. അപ്പോൾ മൊത്തത്തിൽ 7789 ജീവനുകൾ ഞങ്ങളുടെ എജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയെന്ന് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സംശയം, 7785, 7786 ഈ 2 നമ്പറുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതെന്തിനാണ് ഈ മറച്ചു വെക്കുന്നത്? കാരണം 2 പൈലറ്റ് ഉൾപ്പെടെ രക്ഷപ്പെട്ടു എന്നുള്ളതിന് ചില കണക്കുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ 1-2 അപകടമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇതാണ് എ.പി. സിംഗ് പറഞ്ഞത് നമ്മൾ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന്. ഇനി ജൂലൈ 31-നാണ് പിന്നീട് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നത്. അന്ന് ആകെ 7793 ജീവനുകൾ രക്ഷപ്പെട്ടതായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം മെയ് 7-ന് ശേഷം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ജാഗ്വർ എന്ന് പറയുന്ന യുദ്ധവിമാനം പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെട്ടു. പക്ഷേ അതിനകത്ത് പൈലറ്റുമാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 2 പേരും അതിനകത്ത് തന്നെ
കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മാർട്ടിൻ ബേക്കർ എജക്ഷൻ സീറ്റ് രക്ഷപ്പെടുത്തിയ 3 ജീവനുകളെ, അതായത് 7790, 7791, 7792 എന്നിവയെ ചുറ്റിയാണ് ഇപ്പോൾ ഒരു നിഗൂഢത, ഒരു സംശയം നിലനിൽക്കുന്നത്. ഇതാണ് നമ്മുടെ വ്യോമസേനാ മേധാവി പറഞ്ഞത്, നമ്മൾ 5 യുദ്ധവിമാനം തകർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ 5 യുദ്ധവിമാനം തകരുകയും 5 പൈലറ്റ് സീറ്റ് എജക്റ്റ് ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ സിംഗിൾ സീറ്റർ വിമാനമാണ് ഉപയോഗിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് അമേരിക്കയുടെ F-16 യുദ്ധവിമാനം, അതുപോലെ തന്നെ JF-17 എന്ന് പറയുന്ന യുദ്ധവിമാനം, കൂടാതെ ചൈനീസ് നിർമ്മിതമായ J-10 വിമാനം. ഇതിൽ തന്നെ സീറ്റ് എജക്റ്റ് ചെയ്യുന്നത് ചൈനീസ് ടെക്നോളജി ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെ വിവരം കൃത്യമായിട്ട് പുറത്തു വരണമെന്നില്ല. ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ ഈ കണക്കെടുക്കുമ്പോൾ 7785, 7786, 7790, 7791, 7792 ഈ 5 പൈലറ്റുമാർ രക്ഷപ്പെട്ടതിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് മാർട്ടിൻ ബെഹ്സ് അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി ഉള്ളതിനാൽ ചില വിമാനങ്ങൾ തകരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാതെ മറ്റ് ചിലർ രക്ഷപ്പെട്ടു. കാരണം എത്ര പേരെ രക്ഷിച്ചു എന്നതിൻ്റെ കണക്ക് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ നിലനിൽപ്പിന് വളരെയധികം ഗുണകരമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സ് മേധാവി AP സിംഗ് പറഞ്ഞ കാര്യവും ഇപ്പോൾ മാർട്ടിൻ ബേക്കേഴ്സ് എന്ന് പറയുന്ന കമ്പനി, ബ്രിട്ടീഷ് കമ്പനിയാണ്, അവർ എജക്ഷൻ സീറ്റ് നിർമ്മിച്ച് നൽകിയപ്പോൾ എത്ര പേരെ രക്ഷപ്പെടുത്തി എന്നതിൻ്റെ കണക്കും പുറത്തേക്ക് വരുന്നു. ഇത് നമ്മുടെ പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ, ലോകമെമ്പാടുമുള്ള ഈ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ അനലൈസ് ചെയ്തപ്പോഴാണ് ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ശരിയായി വരുന്നുവെന്ന് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ അസിം മുനീറിനെ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക്, അതായത് US വിളിച്ചു വരുത്തുന്നുണ്ട് ട്രംപ്. ഈ വിളിച്ചു വരുത്തുന്നതിൻ്റെ കാരണം അവരുടെ F-16 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നുള്ള വിവരം ഒരു കാരണവശാലും പുറം ലോകം അറിയരുത്. അതിന് എന്തൊക്കെ ഓഫർ വെക്കാമോ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ S-400 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം വീഴ്ത്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് വലിയ നാണക്കേടാകും. എന്തായാലും ഈ മാർട്ടിൻ ബേക്കേഴ്സിൻ്റെ ഇജക്ഷൻ സീറ്റിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതോടുകൂടി ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഏതാണ്ട് ശരിയാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എത്ര വിമാനങ്ങൾ തകർന്നു എന്നൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതാണ് ശരിയായ മറുപടി. നമ്മൾ ഡയറക്റ്റായിട്ട് അത് പറയുന്നില്ല. മാത്രമല്ല 5 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ തകർന്നു വീണിട്ടുണ്ടെന്നും അത് ഇന്ത്യയുടേതാണെന്നും ഒക്കെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുകയൊക്കെ ചെയ്ത കാര്യം അറിയാം. ഏതാണ്ട് ആ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ തകർന്നു വീണ 5 യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ്റെ ആയിരുന്നു. ഇത് രാജസ്ഥാൻ അതിർത്തിയിൽ വീണിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങളുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സൈന്യമൊക്കെ പുറത്തേക്ക് വിടും. എന്തായാലും സൈന്യം പറയുന്നത് ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഭരണകൂടം സൈന്യത്തിന് എതിർ രാജ്യത്തെ ആക്രമിക്കാനുള്ള പൂർണ്ണ അധികാരം കൊടുത്തത്. അത് ഞങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി. അപ്പോൾ AP സിംഗ് പറഞ്ഞതനുസരിച്ച് പാകിസ്ഥാൻ്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും തകർത്തിട്ടുണ്ട്. ഇതിലെ 5 പൈലറ്റും ഒരുപക്ഷെ ഈ പറയുന്ന എജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. അതുതന്നെയാണ് പാകിസ്ഥാൻ്റെ വ്യോമസേനാ മേധാവി പറഞ്ഞിരുന്നു, ഈ സംഘർഷത്തിന് ശേഷം ഞങ്ങളുടെ 4 or 5 പൈലറ്റിനെ കാണുവാനില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യൻ ആക്രമണം വളരെ കൃത്യമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.